നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല മനോഹരമായ ആർക്കിടെക്ചറൽ ഡിസൈൻ ഉൾപ്പെടെ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് നമുക്കിന്ന് സെയിലൗട്ടിനായിട്ട് വന്നിട്ടുള്ളത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 8 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് ആർക്കെങ്കിലും നല്ലൊരു ഭവനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീട് നമുക്ക് ബെറ്റർ ഓപ്ഷൻ ആയിട്ടാണ് വരുന്നത്. നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ പ്രാവച്ചമ്പലത്തിൽ നിന്ന് നമുക്കൊരു 4 കിലോമീറ്റർ മാത്രം മാറി നമുക്ക് മച്ചേൽ എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത്. ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 11 കിലോമീറ്റർ മാത്രം മാറി വരുന്ന ഒരു അടിപൊളി വീടാണ് ഈ കാണുന്നത് പോലെ തന്നെ ടെക്സ്ചർ വർക്കും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു എലിവേഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വീട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. എ ഫ്രെയിം റൂഫും അതുപോലെ തന്നെ സ്ലോപ്പിംഗ് റൂഫും കേബിൾ റൂഫും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഭവനമാണ്. 3D എലിവേഷൻ ഉൾപ്പെടെ നമുക്ക് ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. 4.25 സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇത് നല്ലൊരു മനോഹരമായൊരു വീടാണ്. നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണാനായിട്ട് പോകുന്നത്. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റി എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകിക്കൊടുക്കുന്നതാണ്. ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ടാറിട്ട ഒരു ഫ്രണ്ടേജാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കിട്ടുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു എൻട്രൻസും കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇത്ര നല്ല വൈഡായിട്ടുള്ള ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് വരുവാനായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ XUV കോമ്പാക്ട് വണ്ടികളൊക്കെ സുഖമായിട്ട് അകത്തോട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു എൻട്രൻസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഈ ഒരു എൻട്രൻസ് ഭാഗം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കോമ്പൗണ്ട് ഭാഗത്തോട്ടൊന്ന് കിടക്കാം. ഈ കാണുന്ന പോലെ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ യൂസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഡിസൈനും കാര്യങ്ങളും കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു പാർക്കിംഗ് ഏരിയ വരുന്നത്. നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗം ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫോൾ സീലിംഗിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്കൊരു കാർ പാർക്കിംഗ് എന്ന് പറയുന്നത്. തൊട്ട് സൈഡിലായിട്ട് തന്നെ ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കോർണർ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വ്യൂ ആണ് നമുക്ക് കോമ്പൗണ്ടിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളും ഫ്രണ്ടിൽ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഔട്ട്ഡോർ പ്ലാന്റ്സും കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. കൂടാതെ തന്നെ സെക്യൂരിറ്റി ക്യാമറ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു സെക്യൂരിറ്റി സിസ്റ്റം നമുക്ക് ഈ ഒരു വീടിന് ഓൾറെഡി നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാഡിംഗ് ടൈൽസും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നതാണ് ഈ വീടിൻ്റെ കറക്റ്റ് സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു സിറ്റൗട്ടാണ്. 8x6 ഡയമെൻഷൻ വരുന്ന ഈ ഒരു മനോഹരമായൊരു സിറ്റൗട്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. താഴെ നമുക്ക് ഫ്ലോറിനായിട്ട് ടൈൽസും കാര്യങ്ങളും ഇട്ട് സൈഡിലായിട്ട് മാർബിളും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ചുമരിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വുഡ് പാനലും കാര്യങ്ങളും വെച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള മനോഹരമായ ഒരു ഡിസൈനും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി ചെയ്ത് തീർത്തിട്ടാണ് ഈ ഒരു സിറ്റൗട്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. കൂടാതെ തന്നെ ഫാൻസി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തും യൂസ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്ലാവിൻ തടിയിലുള്ള പാനൽ വർക്കും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും ഒറ്റപ്പാളിയുള്ള ഒരു സിംഗിൾ ഡോറാണ് നമുക്ക് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്ലാവിൻ തടിയിലാണ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. അതിമനോഹരമായ ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗം നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭംഗിയാണ്. ഈ ഒരു പാനൽ വർക്ക് ഉൾപ്പെടെ നമുക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ഡോറിന് പ്രത്യേക ഒരു ഭംഗി നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് സിറ്റൗട്ടിൽ നിന്ന് നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു നല്ല എസ്തെറ്റിക് മോഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇൻറ്റീരിയർ വർക്കെല്ലാം നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനും തീമും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലൈബ്രറി ബുക്സും കാര്യങ്ങളും വയ്ക്കാനുള്ള മിനി ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻഡോർ ഡെക്കോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ള സ്പേസും അവിടെ തന്നെ നമുക്ക് വരുന്നുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റ്സും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. കർട്ടൻ ബ്ലിൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ഓൾറെഡി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു വോളും കാര്യങ്ങളും അതിനകത്ത് 2 ഫോട്ടോസും കാര്യങ്ങളും കൊടുത്ത് സ്പോട്ട് ലൈറ്റ് നമുക്ക് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 12x15 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വിശാലമേറിയ ഒരു ലിവിങ് ഏരിയയാണ് ഈ കാണുന്നത്. നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു TV യൂണിറ്റ് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് വന്നിട്ടുണ്ട്. ബാക്ക് ഫുള്ള് നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയയാണ്. കാണാൻ തന്നെ നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു TV യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും.
സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും താഴെ തന്നെ കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് ഏരിയ. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും നമുക്ക് ധാരാളമായിട്ട് സെറ്റ് ചെയ്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ഫുൾ ലെങ്ത്തിലാണ് നമുക്ക് ബാക്ക് വരുന്ന പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള. ഫോൾ സീലിംഗ് എല്ലാം ഈ ഒരു പാറ്റേണിലെ ഫോൾ സീലിംഗ് ആണ്. സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായിട്ട് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഫോൾ സീലിംഗ് വർക്കെല്ലാം കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീണ്ടും ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നതിന് മുമ്പേ നമുക്കിവിടെ ഒരു പാർട്ടീഷനും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ കുറച്ച് ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളും കീപ്പ് ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങൾ ഒരുക്കിയിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ വന്നിട്ടുള്ളത്. അതിൽ സ്പോട്ട് ലൈറ്റ് നമുക്ക് കൊടുത്ത് ആണ് ചെയ്തേക്കുന്നത്. ഒരു ഹാങ്ങിങ് ലൈറ്റ് ഉൾപ്പെടെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീണ്ടും ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് നല്ല വിശാലമേറിയ ഡൈനിങ് ഏരിയ. ഡൈനിങ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നമുക്കൊരു 8 സീറ്റുള്ള ചെയർ അല്ലെങ്കിൽ ഒരു 10 സീറ്റുള്ള ചെയറും കാര്യങ്ങളൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് വരുന്നുണ്ട്. നന്നായിട്ട് ബാക്ക് സ്പേസ് കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഒരു ട്രീ മോഡൽ കാര്യങ്ങളെല്ലാം ചെയ്ത് അതിനകത്ത് ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ബാക്ക് മുഴുവൻ നമുക്ക് ഇഷ്ടികയുടെ ഒരു ടൈപ്പിൽ വരുന്ന ടെയിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു ഏരിയ മാറ്റിയിട്ട് അതിനകത്ത് പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളും കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത്. സ്റ്റെയറിൻ്റെ താഴെയായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് നമുക്ക് ഡൈനിങ് ഏരിയയുടെ കിട്ടുന്നത്. 10x18 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന നല്ല മനോഹരമായ ടൈൽസും കാര്യങ്ങളും പ്രിൻറ്റഡ് ആയി വരുന്ന ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഈ ഒരു മോഡലിലെ ഫോൾ സീലിംഗ് വർക്കാണ് നമുക്കിവിടെ ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ്. നേരത്തെ കണ്ട പാർട്ടീഷൻ്റെ സൈഡിലായിട്ടാണ് നമുക്കൊരു വാഷ് ബേസിൻ കൗണ്ടറൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. വാഷ് ബേസിൻ കൗണ്ടറിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് അവിടെ നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. ഒരു ഫ്ലോട്ടിംഗ് രീതിയിലുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടറാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടർ തന്നെയാണ് വന്നേക്കുന്നത്. ബാക്ക് മുഴുവൻ നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വർക്ക്. അതുപോലെ തന്നെ സ്മാർട്ട് മിററും അതുപോലെ തന്നെ 2 ഹാങ്ങിങ് ലൈറ്റ്സും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടറാണ്. താഴെ സ്റ്റോറേജ് സ്പേസൊക്കെ ധാരാളമായിട്ട് അലോ ചെയ്തിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ ഇനി വീടിൻ്റെ കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് കിച്ചണിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ഒരു കിച്ചണിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെയാണ് നമുക്ക് വന്നേക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്ര അട്രാക്റ്റീവായിട്ടുള്ള ഒരു വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പാനൽ വർക്ക് ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്ന് പറയുമ്പോഴത്തേക്കും. ഹാങ്ങിങ് ലൈറ്റ്സും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് എൻട്രൻസ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഒരു വിൻറ്റേജ് ലുക്ക് കൊടുക്കുന്ന ഒരു ക്ലോക്കും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കളർ തീം ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു കിച്ചണാണ് ഈ കാണുന്നത്. കിച്ചണിൻ്റെ തീമിനോട് ഉൾപ്പെടെ തന്നെയാണ് നമുക്ക് ഫ്ലോറിങ്ങിനായിട്ടുള്ള ടൈലും കാര്യങ്ങളും വരുന്നത്. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചൺ, നല്ല മോഡുലാർ രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് പണിതിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ കവറപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. കർട്ടൻ ബ്ലിൻസ് ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാബറിന് നല്ല ചിമ്മിനിയും ഹോബും നമുക്കിവിടെ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ വർക്കാണ്. നല്ല മോഡുലാർ രീതിയിലുള്ള ഒരു കിച്ചണും കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു സ്മാർട്ട് സിങ്കും കാര്യങ്ങളും ഓൾറെഡി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഈ ഒരു മോഡലിലെ ഫോൾ സീലിംഗ് വർക്കാണ് നമുക്കിവിടെ കിച്ചണിൽ വന്നിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു വർക്ക് ഏരിയ വന്നേക്കുന്നത്. വർക്ക് ഏരിയ നമുക്ക് സെയിം കളർ തീം ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഏരിയയാണ്. നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ നമുക്കിവിടെ വന്നിട്ടുണ്ട്. 6x10 ഡയമെൻഷൻ വരുന്ന ഒരു വർക്ക് ഏരിയ സ്പേസ് നമുക്കിവിടെ ഒരുക്കിക്കൊണ്ടാണ് ഈ ഒരു ഭാഗം കവറപ്പ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് മുകളിലും താഴെയുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളും ഈ ഒരു വർക്ക് ഏരിയയുടെ സ്ഥലത്തും സ്റ്റോറേജ് സ്പേസിനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സിങ്കും പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ വർക്ക് ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴും മുകളിലും സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4.25 സെൻറ്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് 4 ബെഡ്റൂം ഫ്ലോർ പ്ലാൻ ഡിസൈനായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ബെഡ്റൂമിലൂടെ നമുക്കൊന്ന് പോവാം. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. 14x16 ഡയമെൻഷൻ വരുന്ന ഒരു കിടിലം ബെഡ്റൂം നമുക്കിവിടെ വരുന്നുണ്ട്.
ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ബെഡ് സ്പേസ് വരുന്നിടത്ത് തന്നെ നല്ലൊരു ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വർക്ക് കാര്യങ്ങളോട് ചെയ്ത് തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് കർട്ടൺ ബ്ലിൻസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ ഈ ഒരു ഡിസൈനിലെ ഫോൾ സീലിംഗ് ആണ് വരുന്നത്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ആണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ഈ കാണുന്നതാണ് ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള വാൾഡ്രോബ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടെയാണ് നമുക്ക് ഒരു വാൾഡ്രോബ്സ് നമുക്ക് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഈ കാണുന്നത്. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ബാത്റൂം വർക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന ടൈൽസും കാര്യം തന്നെയാണ്. നല്ല പ്രീമിയം രീതിയിലുള്ള ടൈൽസ് കാര്യങ്ങൾ തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കവറപ്പ് ചെയ്തിരുന്നു. നമുക്ക് നേരെ വീണ്ടും ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് തടിയിലാണ് ചെയ്തേക്കുന്നത്. അതുപോലെ ചെറിയ ഗ്ലാസിൻ്റെ വർക്കും കാര്യങ്ങൾ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്ലാവിൻ തടിയിലാണ് കംപ്ലീറ്റ് ആയിട്ടും ചെയ്ത് തീർത്തിട്ടുള്ളത്. നല്ല ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഹാൻഡിൽസും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തേക്കുന്നത്. ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഏരിയ. അതുപോലെ തന്നെ ഇവിടെ ചെറിയ മിനി റാക്ക് പോലത്തെ നമുക്കിവിടെ ഷോക്കേസ് പോലത്തെ സംഭവം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡെക്കോർ പ്ലാന്റ്സും ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളും കീപ്പ് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. ഹാങ്ങിങ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി നമുക്ക് ചെയ്തിട്ടുണ്ട്. ഫർഗോള മോഡലിലെ ഒരു ഡിസൈനും കാര്യങ്ങളും ടോപ്പിൽ വരുന്നുണ്ട്. അത്യാവശ്യം പകൽ സമയത്തൊക്കെ നമുക്ക് വീട്ടിനകത്ത് നല്ല അടിപൊളിയായിട്ടുള്ള വെട്ടവും കാര്യങ്ങളൊക്കെ കിട്ടാൻ അത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റെയർ കയറി എത്തുന്ന നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ മെയിൻ ഹാൾ എന്ന് പറയുമ്പോഴത്തേക്കും. വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് മെയിൻ ഹാൾ 3 ബെഡ്റൂം ഒരു ബാൽക്കണിയാണ് ഫ്ലോർ പ്ലാനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, മുകളിലത്തെ ലിവിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ കെട്ടി നല്ല അടിപൊളിയായിട്ട് ഒരു ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഫോൾ സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുണ്ട്. 15x18 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ലിവിങ് ഏരിയയും കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് നമുക്ക് സൈഡിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ളായിട്ട് കിട്ടുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള വർക്കും കാര്യം തന്നെയാണ്, ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങൾ തന്നെയാണ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്ക് അതുപോലെ തന്നെ സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഏരിയയാണ്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ ഈ ഒരു രീതിയിലെ ഫോൾ സീലിംഗ് വർക്കാണ് ചെയ്തേക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലത്തെ ഭാഗത്ത് നമുക്ക് ചെറിയ ഒരു പാനൽ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു TV യൂണിറ്റ് ഏരിയ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ ആണ്. അത്യാവശ്യം നല്ല വലിയ TV ഒക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളും ഒരുക്കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ TV യൂണിറ്റിൻ്റെ വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 3 ബെഡ്റൂം വരുന്നുണ്ട്. നേരെ നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. അത്യാവശ്യം നല്ല റൂം സൈസും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു റൂമിന് വന്നിട്ടുള്ളത്. നല്ല ലെങ്തി ആയിട്ടുള്ള റൂം സൈസാണ്. 15x14 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ റൂം നമുക്കിവിടെ വരുന്നുണ്ട്. ഇൻബിൽഡ് വരുന്ന ഒരു വാൾഡ്രോബ്സ് വിത്ത് നമുക്ക് ഡ്രസ്സിങ് ഏരിയ വരുന്ന ഒരു ടേബിളും അതുപോലെ തന്നെ മിററും നമുക്കിവിടെ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ടെക്സ്ചർ വർക്കും കാര്യങ്ങളും ചെയ്ത് ഒരു ഫോട്ടോസ് ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെച്ച് സ്പോട്ട് ലൈറ്റ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഏരിയ നമുക്ക് വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ഈ ഒരു ഡിസൈനിലെ ഫോൾ സീലിംഗ് ആണ് നമുക്ക് വരുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് ആൻഡ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഫ്ലോറൽ പ്രിന്റ് വരുന്ന ടൈലും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്തെ ഇതെല്ലാം കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യം തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂം സൈസും കാര്യങ്ങളും ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട്. 14x12 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള റൂം സൈസും കാര്യങ്ങളും വന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു റൂം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്.
ടെക്സ്ചർ വർക്ക് വരുന്ന ചെറിയൊരു പാറ്റേണും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇൻബിൽഡ് ആയിട്ട് വരുന്ന വാൾ റൂഫ്സും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടെ നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഏരിയ ആണ് ആ കാണുന്നത്. ഫോൾ സീലിംഗ് വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് ഈ ഒരു ഭാഗത്തും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഏറ്റവും അവസാനത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഏറ്റവും അവസാനത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂം സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 12x12 ഡൈമെൻഷൻ നമുക്ക് ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട്. ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു ഏരിയ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും മെയിനായിട്ടുള്ള പ്രത്യേകത നമുക്ക് പറയുമ്പോഴത്തേക്കും ഈ കാണുന്ന ഒരു വാൾ റൂഫ്സ് അത് വിത്ത് നമുക്ക് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു വാൾ റൂഫ്സ് ആണ്. കൂടാതെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഡ്രസ്സിങ് ഏരിയ നമുക്ക് സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടുള്ളത്. ഡ്രസ്സിങ് ടേബിളും മിറർ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ഒരു റൂമും. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സിനാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് വന്നേക്കുന്നത്. ഫ്ലോറൽ പ്രിന്റ് വരുന്ന ടൈൽസും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളും തന്നെയാണ് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്യിക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഇങ്ങനത്തെ ഒരു ഡിസൈനിലുള്ള ബാൽക്കണിയും കാര്യങ്ങളാണ്. നമുക്ക് ലെങ്തി ആയിട്ടുള്ളൊരു ബാൽക്കണിയും കാര്യങ്ങളാണ് നമുക്ക് വന്നേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ആ ഒരു ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഹാങ്ങിങ് ലൈറ്റ്സും അതുപോലെ ഫാൻസി ലൈറ്റ്സും നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ഫോൾ സീലിംഗിൽ ഡെക്കറേഷനായി കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. അതിൻ്റെ ബാൽക്കണിയുടെ നമുക്ക് ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് സ്റ്റീലിലാണ് ചെയ്തേക്കുന്നത്. സ്റ്റീലിലെ ഹാൻഡിൽസും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബാൽക്കണിയുടെ വിശേഷം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ 4.25 സെൻറ്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത് നമ്മൾ ഈ ഒരു വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രാവച്ചമ്പലം നമുക്ക് 4 കിലോമീറ്റർ നമുക്ക് ഈ ഒരു വീടിൻ്റെ അവിടെ നിന്ന് വരുന്നുള്ളൂ. പ്രാവച്ചമ്പലം ജംഗ്ഷനിൽ നിന്ന് 4 കിലോമീറ്റർ ഇപ്പുറത്ത് മാറി മച്ചേൽ എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് വരുന്നത്. ട്രിവാൻഡ്രം സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 8 കിലോമീറ്റർ, ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 11 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് 87 ലക്ഷമാണ്. 87 lakhs ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ വീടിൻ്റെ പ്രൈസ് നമുക്ക് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ലൊക്കേഷനും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീടിൻ്റെ ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.